ഹായ് എവരി വൺ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ കുറേ പേരുടെയൊക്കെ റിക്വസ്റ്റ് കണ്ടിട്ടാണ്. കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്യുന്നില്ലായിരുന്നു. മുൻപ് ചെയ്തു വെച്ച കുറച്ച് ഷോർട്ടായ വീഡിയോകൾ, കന്നഡ ഇൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പരമ്പരയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് ചെയ്യാതിരിക്കാൻ കാരണമൊക്കെ ഉണ്ടായിരുന്നു. പേഴ്സണലായ വ്യക്തിപരമായ കാരണങ്ങളാണ്. പണ്ട് ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, നവംബറും നഷ്ടങ്ങളും ഞാനും എന്ന് പറഞ്ഞൊരു വീഡിയോ. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പുറത്ത് ഭയങ്കര വെടിക്കെട്ടും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ്. ദീപാവലിയാണ്. നിങ്ങൾ കാണുന്ന ദീപാവലി ദിവസമായിരിക്കില്ല, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടും 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 എന്ന് ശബ്ദം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതൊരു കാര്യം. ഇനി അടുത്തൊരു കാര്യം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ പേര് വീഡിയോകൾ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് അടിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഉപകാരപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്ക്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. ലേൺ തെലുഗു ത്രൂ മലയാളം പാർട്ട് 7. അപ്പം ചെറുതായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മുടെ ഏറ്റവും ആദ്യം പഠിച്ചത് വളരെ ബേസിക് ആയ പ്രോനൗൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന കുറച്ച് വാക്കുകളാണ്. ഞാൻ, നീ, നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് എന്ന് പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ തെലുങ്കിൽ എങ്ങനെ എണ്ണാം എന്ന് പഠിക്കാം എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി അതിനുശേഷം ചെയ്ത 3, 4, 5, 6 വീഡിയോകൾ 10 വാക്കുകൾ വീതം, ചിലപ്പോഴൊക്കെ 10, 11, 12 വാക്കുകൾ വീതം തെലുങ്കിൽ എങ്ങനെ ക്രിയകളായിട്ട് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു തരുന്നു. വാ, പോ, ദയവ് ചെയ്ത് ഇത് ചെയ്താലും, പ്ലീസ് ഡു എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന, മുതിർന്നവരോട് എങ്ങനെ പറയാം, കുട്ടികളോട് എങ്ങനെ പറയാം, അതായത് ബഹുമാനം കൊടുത്ത് എങ്ങനെ സംസാരിക്കാം, ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങൾ എങ്ങനെ സംസാരിക്കാം എന്നുള്ള 2 സെറ്റ് വീതം നമ്മൾ ഓൾറെഡി 4 വീഡിയോ കഴിഞ്ഞു. എന്ന് വെച്ചാൽ മിനിമം ഒരു 40 വാക്കെങ്കിലും ആയിട്ടുണ്ട്. അതിലും കുറച്ചുകൂടി കൂടുതലാവാൻ സാധ്യത, കാരണം ചിലപ്പോഴൊക്കെ ഞാൻ 11, ചിലപ്പോഴൊക്കെ 12 വാക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഈ ഒരു ഇതും കൂടി വെച്ച് ഞാൻ നിർത്തുകയാണ്. അതായത് ഈ ഒരു ക്രിയകളുടെ ഈ ഒരു സെറ്റും കൂടി വെച്ച് നിർത്തുകയാണ്. അതിനുശേഷം കൂടുതൽ സംഭാഷണങ്ങളും കൂടുതൽ ചോദ്യങ്ങളും സെന്റൻസ് ഫോർമേഷനും ഒക്കെ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ് അതിനുശേഷം. അപ്പം എസെൻഷ്യലായ, വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ പ്രധാനപ്പെട്ട 50 ക്രിയകൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് വാക്കുകൾ. അപ്പൊ അതിന് മുൻപ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വാ, പോ. ഓക്കെ, തെലുങ്കിൽ പറയാം. രാ, പോ, വെള്ളു, വെള്ളിപ്പോ, ചെയ്, ചെപ്പു, അടുകു, വിനു, ചതുവു, ചതുക്കോ, രായു, രാസ്കോ, നേർച്ചുക്കോ എന്നൊക്കെ പറഞ്ഞ വാക്കുകളാണ്. ഓക്കെ, അതായിരുന്നു ആദ്യത്തെ 10, 11. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെയും 10, പിന്നെ 10, പിന്നെ 12 ഉണ്ടായിരുന്നു. അപ്പം 42, 3, 4, 44 വാക്കുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇന്ന് ഒരു 10 വാക്കുകൾ, 10 വേണ്ട, ഒരു 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8 വാക്കുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു സർവേ നടത്തിയായിരുന്നു. ലേൺ കന്നഡ ത്രൂ മലയാളം എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന് നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും എത്ര മിനിറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്, എത്ര മിനിറ്റ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്? 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകൾ, 1 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയിലുള്ള വീഡിയോകൾ, 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിലുള്ള വീഡിയോകൾ, 10നും 15നും ഇടയിലുള്ള വീഡിയോകൾ, 15ന് മേളിലോട്ടുള്ളവ, അല്ലെങ്കിൽ എത്രയായാലും പ്രശ്നമില്ല എന്നുള്ളത്. ആദ്യത്തെ സെക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. അതായത് 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകൾ അങ്ങനെയില്ല. 5 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകൾ, 5നും 10നും ഇടയിൽ, 10നും 15നും ഇടയിൽ, 15ന് മുകളിൽ, പിന്നെ എത്രയായാലും പ്രശ്നമില്ല. അതിലേക്കൊന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന 5നും 10നും 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിലുള്ള വീഡിയോകൾ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അത് ഞാൻ കുറച്ചുകൂടി വെച്ച് നോക്കിയ ശേഷം അതനുസരിച്ച് നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വാക്കുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. ആകെ 8 വാക്കുകളേ ഉള്ളൂ. ഷോർട്ടാക്കാൻ നോക്കാം. ഭയങ്കര ഷോർട്ടല്ല, എന്നാലൊരു മീഡിയം, ഒരു ആവറേജ്. നമ്മൾ ഈ മലയാളത്തിൽ പറയില്ലേ, മീഡിയം, ആവറേജ്, അതാണ്. അപ്പം 10 വാക്കുകൾ. ചെയ്യ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രവൃത്തി, വാ, പോ, അത് നമ്മൾ ചെയ്യുകയാണല്ലോ. അതിനൊക്കെ എങ്ങനെ പറയാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഇന്നത്തെ ആദ്യത്തെ 3 വാക്കുകൾ ചെയ്യാനല്ല, ചെയ്യിക്കാനാണ്. അപ്പം ആ 3 വാക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ചെയ്യിക്കുക. ചെയ്യിക്കുക എന്ന് കന്നഡയിൽ എങ്ങനെ പറയും, തെലുങ്കിൽ എങ്ങനെ പറയും? ചെയ്യുക എന്നതിന് ചെയ് എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നത്. ചെയ്യണ്ടി. ഓക്കെ, ഇനി ചെയ്യിക്കുക എന്നെങ്ങനെ പറയാം? രണ്ടാമത്തത് പഠിപ്പിക്കുക. പഠിക്കുകയല്ല, പഠിപ്പിക്കുക, അതും ചെയ്യിക്കലാണല്ലോ. മൂന്നാമത്തത്
മൂന്നാമത്തെ ആ ഒരു ഫോർമാറ്റിൽ വരുന്നേ ഉള്ളൂ, ചെയ്യിക്കലല്ല, അത് നമ്മൾ ചെയ്യലാണ്. ഓക്കെ, ആദ്യത്തെ വാക്ക് വെച്ച് തുടങ്ങാം. ചെയ്യിക്കുക. ചെയ്യിക്കുക എന്നതിന് തെലുങ്കിൽ പറയുന്നതാണ് ചെയ്യണ്ടി, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇനി ചെയ്യിക്കുക എന്ന് പറയുന്നതാണ് ചേപ്പിഞ്ചു. ഓക്കെ, ചെയ് എന്നതിന്റെ ഒപ്പം ശരിക്കും ആ ഒരു മൂല ക്രിയയാണ്, മൂലധാതു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ചെയ് എന്നതിന്റെ ഒപ്പം ഇൻ ചു, അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പം എല്ലാ ക്രിയയോടൊപ്പം അത് ചേർത്ത് കഴിഞ്ഞാൽ ചെയ്യിക്കലാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം കന്നഡ ഞാൻ പറഞ്ഞിരുന്നു സു എന്ന് പറഞ്ഞ വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ആവും. ഒരു ഉദാഹരണത്തിന് മാഡു എന്ന് പറഞ്ഞ ആ ക്രിയയുടെ അർത്ഥം ചെയ് എന്നാണ്. ചെയ്യിക്ക് എന്ന് പറയുന്നത് മാഡിസു എന്ന് പറഞ്ഞു വരണം. മാഡു എന്ന് പറഞ്ഞാൽ ചെയ്യി, മുതിർന്നവരോട് ബഹുമാനം കൊടുത്ത് പറയുന്നത് മാടി, ആ വാക്കിന്റെ ഒപ്പം സു ചേർക്കണം, മാഡിസു. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് കന്നഡയിൽ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഇൻ ചു എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ചേർക്കുന്നത്. പക്ഷെ അത് എല്ലായിടത്തും ബാധകമായിരിക്കില്ല. ചെയ്യിക്ക് നമ്മുടെ മലയാളത്തിൽ ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത്. ഒരു ഉദാഹരണം ചെയ്യിക്ക്, തിന്ന് തീറ്റിക്ക്, കുടിക്ക് കുടിപ്പിക്ക്. അപ്പം നമ്മുടെ മലയാളത്തിൽ ശരിക്കും എല്ലാത്തിനും ഒരു വ്യത്യാസം വരുന്നത്. ക്ക് ശരിക്കും അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം അതിന് മുൻപിൽ എന്ത് വരും എന്നതിന് കൃത്യമായ ഒരു ഫോർമാറ്റ് നമ്മുടെ മലയാളത്തിലില്ല. ഇവിടെ തെലുങ്കിൽ ഇങ്ങനെ ഫോർമാറ്റ് ഉണ്ടെങ്കിലും എല്ലാ വാക്കുകളൊപ്പം ചേർക്കാൻ പറ്റത്തില്ല. അപ്പം ചേക്ക് എന്ന് പറയാനായിട്ട് ചേപ്പിഞ്ചു. ഇനി ദയവ് ചെയ്ത് ചെയ്യിച്ചാലും എന്ന് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യിച്ചു തരുമോ എന്ന് പറയാനായിട്ട് ചേപ്പിൻചണ്ടി. അപ്പം പറഞ്ഞു ഞാൻ ഇൻ ഡി എന്ന് പറഞ്ഞ വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ബഹുമാനം കൊടുത്ത് പറയേണ്ട വാക്കായി. അപ്പം ചേപ്പിഞ്ചു, ചേപ്പിൻചണ്ടി. ഓക്കെ, പറയുകയാണ് നീ ചെയ്യിക്ക് എന്ന് പറയാനായിട്ട് നീവു ചേപ്പിഞ്ചു അല്ലെങ്കിൽ നുവു ചേപ്പിഞ്ചു. ഇനി താങ്കൾ ചെയ്യിച്ചാൽ എന്ന് പറയാനായിട്ട് മീരു ചേപ്പിൻചണ്ടി. ഓക്കെ, അടുത്ത വാക്ക് പഠിപ്പിക്ക്. ഓക്കെ, പഠിക്കെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി, നേർച്ചുക്കോ എന്നാണ് വാക്ക്. അപ്പം പഠിപ്പിക്ക് എന്ന് പറയാനായിട്ട് നേർപ്പിഞ്ചു. ശരിക്കും ആ ഒരു വാക്കുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും നേർച്ചുക്കോ അല്ലെങ്കിൽ നേർപ്പിഞ്ചു എന്ന് പറഞ്ഞ വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചേപ്പിഞ്ചു അതിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതാ പറഞ്ഞ പ്രോപ്പറായിട്ടൊരു കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഇല്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഇൻചു എന്ന് പറഞ്ഞ വാക്ക്. അപ്പം നേർപ്പിഞ്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കൂ, ദയവ് ചെയ്ത് പഠിപ്പിച്ചാൽ എന്ന് പറയാനായിട്ട് നേർപ്പിൻചണ്ടി. ഓക്കെ, എന്നോട് ഞാൻ അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് കുറെ പേരൊക്കെ പറയായിരുന്നു നേർപ്പിൻചണ്ടി സാർ എന്ന് പറയുമായിരുന്നു. ഓക്കെ, പഠിപ്പിച്ചു തന്നാലും. അപ്പം നേർപ്പിൻചണ്ടി എന്ന് വെച്ചാൽ പഠിപ്പിച്ചു തരും. മീരു നേർപ്പിൻചണ്ടി എന്ന് വെച്ചാൽ താങ്കൾ പഠിപ്പിച്ചു തന്നാലും. നുവു നേർപ്പിഞ്ചു എന്ന് വെച്ചാൽ നീ പഠിപ്പിക്കും. പടക്കം പൊട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വാക്ക് അയക്കി എന്ന് പറഞ്ഞ വാക്കാണ്. അയക്കി എന്ന് പറയാനായിട്ട് ഉള്ള വാക്കാണ് പമ്പിഞ്ചു. അപ്പം ഇത് ആ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിലും അയപ്പിക്കി എന്നല്ല ഈ വാക്കിന്റെ അർത്ഥം, അയക്കി എന്നാണ്. അയക്കി എന്ന് പറയാനായിട്ട് പമ്പിഞ്ചു. അപ്പം നീ അയക്കി എന്ന് പറയാനായിട്ട് നുവു പമ്പിഞ്ചു, അല്ലെങ്കിൽ താങ്കൾ അയച്ചാലും എന്ന് പറയാനായിട്ട് മീരു പമ്പിൻചണ്ടി. ഇപ്പം നമ്മൾ ഈ തെലുഗു യൂത്ത് മാത്രമൊന്നുമല്ല, നമ്മുടെ മലയാളി യുവാക്കളും ഈ വാക്കുകളൊന്നും അധികം ഉപയോഗിക്കാറില്ല. അയക്കി എന്ന് നമ്മൾ പറയാറില്ല, സെൻഡ് ചെയ്യ് എന്ന് നമ്മൾ പറയാറുള്ളൂ. അപ്പം ആ വാക്ക് വേണമെങ്കിൽ നമുക്ക് തെലുങ്കിൽ ഉപയോഗിക്കാം. സെൻഡ് ചെയ്യേണ്ടി, സെൻഡ് ചെയ്യേണ്ടി. ഓക്കെ, എല്ലാവരും ഇപ്പോൾ ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേന്നുള്ളൂ. മെറ്റ. ഓക്കെ, അടുത്ത ഒരു വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കഴുക് എന്ന് പറഞ്ഞ വാക്കാണ്. കഴുക് എന്നതിന് ഇംഗ്ലീഷ് ഒറ്റ വാക്കേ ഉള്ളൂ, വാഷ്. കഴുകുന്ന് പറയാനും അലക്ക് എന്ന് പറയാനും പാത്രം കഴുകുന്ന പറയാനും എല്ലാത്തിനും കൂടി ഒറ്റ വാക്കേ ഉള്ളൂ, വാഷ് എന്ന് പറഞ്ഞൊരു വാക്കേ ഉള്ളൂ. ഇവിടെ കന്നഡയിലും തെലുങ്കിലും മലയാളത്തിലും ശരിക്കും മലയാളത്തിൽ നമ്മൾ കഴുകുന്ന പറഞ്ഞ് ഉപയോഗിക്കാം. തുണി കഴുകാൻ പോകുന്നു, പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ കൈകാല് കഴുകുന്നു, എല്ലാത്തിനും ഒറ്റ വാക്കും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. തുണിക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ അലക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് കൂടിയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് തുണിക്കും പിന്നെ പാത്രങ്ങൾക്കും കൂടി വേറൊരു വാക്കുകളുണ്ട്. ഓക്കെ, ഈ തുണിക്ക് ഉപയോഗിക്കുന്നത് അലക്ക് എന്ന് പറഞ്ഞ ഒരു വാക്കും ബാക്കി എല്ലാത്തിനും കൂടി വേറൊരു വാക്ക് കൂടിയാണ്. അപ്പം ആദ്യം തുണിയെ വെച്ച് ഉപയോഗിക്കാം. തുണി ശരിക്കും കന്നഡയിൽ പറയുന്നത് ഒഗി എന്നാണ്. ഓക്കെ, ഒഗി, ഒഗീരി, ബഹുമാനം കൊടുത്ത് പറയാനായിട്ട്. ഓക്കെ, അപ്പം അതിന്റെ തെലുഗു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തുക്കു എന്നാണ് ശരിക്കും വാക്ക്, ഉത്തുക്കു. പക്ഷേ സംസാര ഭാഷയിൽ ഉദുക്കു എന്നും അവർ പറയാറുണ്ട്. ഓക്കെ, കൂടുതൽ പറയുന്നത് ഉദുക്കു എന്നാണ്. ഉദുക്കു 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളവണ്ടി ഓടിക്കുന്ന ഉദുക്കു 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 അതല്ല. ഉദുക്കു എന്ന് വെച്ച് കഴിഞ്ഞാൽ
അലക്കുക, തുണി കഴുകുക. ഓക്കെ, അപ്പം ബഹുമാനം കൊടുത്തു വരാനായിട്ട് ഉതുക്കണ്ടി എന്ന് വേണം പറയാം. ഇതിന്റെ ഈ തുണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്ന പ്രാവശ്യം തുണികൾ കഴുകുക എന്ന് പറയാൻ, തുണികൾ എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബട്ടലു എന്നാണ് പറയുന്നത്, ബട്ടലു. അപ്പം ബട്ടലു ഉതുക്കു എന്ന് വെച്ചാൽ തുണികൾ കഴുകൂ, ബട്ടലു ഉതുക്കണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകിയാലും. ഓക്കെ, അടുത്ത വാക്ക് കഴുകുന്ന പറയാനായിട്ട്. കഴുകുന്ന പറയാനായിട്ട് മലയാളവും തെലുഗും തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ട്, ചെറിയൊരു സാമ്യമുള്ളൂ. തെലുങ്കിൽ പറഞ്ഞ വാക്കാണ് കടുകു. ഓക്കെ, ക ഡു, ടു അല്ല, ക ഡു, കു അല്ല, ഗു. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ക ഡു ഗു. കടുകു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുക്. ബഹുമാനം കൊടുത്ത് വരാനായിട്ട് കടുകണ്ടി. അപ്പം ഞാൻ പറഞ്ഞു പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത്, തുണി കഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ അലക്കുകയാണെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പാത്രം പാത്ര, പാത്രലു. പാത്രങ്ങൾ എന്ന് പറയാനായിട്ട് പാത്രലു. പാത്രം എന്ന് പറയാനായിട്ട് പാത്ര. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിന്റെ ഒരു വീഡിയോ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞു തന്നിരുന്നു, പാത്രം എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പാത്രമാണെങ്കിലും നമ്മൾ പാത്രം എന്ന് പറയും. പക്ഷേ വേറെ കുറേയൊക്കെ ഭാഷകളിൽ, വേറെ ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും, എനിക്ക് അറിയാവുന്ന കുറേയൊക്കെ ഭാഷകളിൽ രണ്ടും വേറൊരു വാക്കാണ്. ഇംഗ്ലീഷിൽ പോലും പ്ലേറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം കൂടി പറയുന്ന ഒറ്റ വാക്കാണ് വെസൽ. ആ വെസൽ എന്നതിന് തട്ടെ എന്നാണ് കന്നഡയിൽ പറയുന്നത്. പാത്രം, ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിനെ പാത്രേ എന്ന് പറയും. അതേപോലെ തന്നെ കന്നഡയും തെലുങ്കും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇവിടെ പാത്ര തട്ടെ, പാത്രേ തട്ടെ എന്നാണ്. പാത്ര എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന, പാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം, തട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന പാത്രം. അതേപോലെ തന്നെ തെലുങ്കിൽ പാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം, ഇനി തട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന പാത്രം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഒതുക്കവും കടുകുവും കഴിഞ്ഞു. ഇനി അടുത്ത വാക്ക്, അടുത്തൊരു 3 വാക്ക് കൂടി നിർത്തുകയാണ്. അടുത്ത വാക്ക് വീട്. വീട് എന്ന് വെച്ചാൽ വീട്, അത്രയേ ഉള്ളൂ. ഓക്കെ, വിട്ടുകള എന്ന് പറഞ്ഞ അർത്ഥമില്ല അത്. വിട്ടുകള എന്ന് പറഞ്ഞ അർത്ഥമല്ല, വീട് പിടിച്ചോണ്ടിരിക്കുന്നു, വിടു. അതിനെ പറയുന്ന വാക്കാണ് ഒതലു. ഓക്കെ, ബഹുമാനപൂർവ്വം പറയേണ്ട വാക്കാണ് ഒതലണ്ടി. ഈ ഒതലു എന്ന് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അതായത് വീട് എന്ന് പറഞ്ഞ വാക്ക്, ഇതിനെപ്പറ്റി ഞാൻ വേറെ സെപ്പറേറ്റ് ആയ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് രസകരമായ കാര്യങ്ങൾ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഒതലു, ഒതലണ്ടി. ഇനി അടുത്ത 2 വാക്ക് വെച്ച് നിർത്തുകയാണ്. അത് ഓർമ്മയിൽ വെക്കി, ഓർമ്മിച്ചെടുക്ക്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, പണ്ട് നമുക്കറിയാവുന്നൊരു കാര്യം ഇപ്പൊ ഓർമ്മിച്ചെടുക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ അതിനെ ഓർമ്മിച്ചെടുക്കെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഇത് ഭാവിയിലേക്ക് വേണ്ടി ഓർത്തു വെക്കി എന്ന്. ഓക്കെ, ആദ്യം പഴയ കാര്യം ഇപ്പൊ ഓർമ്മിച്ചെടുക്കാനുള്ള വാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ വാക്കാണ്, ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ മലയാളത്തിൽ വേറെ കുറെ ഭാഷകളിലൊന്നും ഇല്ലാത്ത കുറച്ച് വാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം പഠിക്കാൻ അത്ര എളുപ്പമല്ല. ഒരു വാക്കാണ് ങ. ക, ഖ, ഘ, ഘ കഴിഞ്ഞിട്ടുള്ള ങ, 5ാമത്തെ വ്യഞ്ജനം. അടുത്തതാണ് ഞ. ച കഴിഞ്ഞിട്ട് ഛ, ഛ, ഝ, ജ, ഞ. പിന്നെ ഓക്കെ, ട, ട, ഡ, ഡ, ണ ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലും ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. തയുടെ അവസാനമുള്ള ന എല്ലാ ഭാഷയിലും ഉണ്ട്. പായുടെ അവസാനമുള്ള മ എല്ലാ ഭാഷയിലും. അപ്പം ങ, ഞ ഈ 2 വാക്കുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള വാക്കുകളാണ് ങ്ക. കായും ങായും കൂടി ചേർത്തുള്ള ങ്ക. ഓക്കെ, പിന്നെ ചായും ഞായും ചേർത്തുള്ള ഞ്ച, ടായും നായും ചേർത്തുള്ള ണ്ട, പായും മായും ചേർത്തുള്ള mb. ഇതിനൊക്കെ ഇമ്പ, ഇങ്ക, ഇഞ്ഞ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, എനിക്ക് ആദ്യം മലയാളം പഠിച്ചിട്ടില്ല. പിന്നെ പായും മായും ചേർത്തുള്ള mb ഞാൻ പറഞ്ഞായിരുന്നത്, പറഞ്ഞില്ല. ഓക്കെ, ഇനി പിന്നെ ഴ. ഒയ്യോ, ഴയാണ് മലയാളം അറിയാത്തവർക്ക്, പഠിക്കാൻ കഷ്ടപ്പെടുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു നൂലാമാല. ഴ എങ്ങനെ പറയുമെന്ന്. അപ്പം ഈ വാക്കുകളൊക്കെ ശരിക്കും തമിഴിലുണ്ട്. പക്ഷേ തമിഴില് ഈ വാക്കുകൾ വെച്ചിട്ട് അധികം ഈ എന്തായാലും പറയുന്നത്, ഈ വാക്കുകൾ വെച്ച് പദങ്ങളില്ല, ഈ അക്ഷരം വെച്ചിട്ടുള്ള പദങ്ങളില്ല. അതാണ് കറക്റ്റായ വാക്ക്, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ,
ഓക്കെ, ഇത് ഞാൻ പറയാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന നേരത്ത് അതേ വാക്ക് അതേ പ്രൊണൗൺസിയേഷനോടെ തമിഴിൽ പറയുമെങ്കിലും അത് ഞാനല്ല, നാനാണ്. ഞാൻ അവര് ഞാൻ എന്നെപ്പോഴും പറയാറില്ല, ഞാൻ. ആക്ച്വലി അത് കുറച്ച് ബുദ്ധിമുട്ട്. തമിഴ് ആക്ച്വലി ശരിക്കും പഠിപ്പിക്കാൻ പറ്റാത്തൊരു ഭാഷയാണ്, പഠിക്കാൻ പറ്റുന്നൊരു ഭാഷയാണ് വളരെ എളുപ്പത്തിൽ. ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നീട് തമിഴിലൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ജ്ഞാപകം എന്നാണ് ആ വാക്ക്, ജ്ഞാപകം. ആ ജ്ഞാപകം എന്ന് പറയുന്നത് ചായയുടെ അവസാനമുള്ള അഞ്ചാമത്തെ ഞായാണ്, ഞാ. ഓക്കെ, പക്ഷെ അതേ ജ്ഞാപകം നമ്മൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ അതിന് ചുമ്മാ ഞാ എന്ന് എഴുതില്ല, ജായും ഞായും ചേർത്തുള്ള ജ്ഞ എന്ന് എഴുതും. നമ്മുടെ ജ്ഞാനം, വിജ്ഞാനം, വിജ്ഞാനി, ജ്ഞാനി എന്നൊക്കെ പറയുന്ന ആ സംഭവം ഉള്ളത് ആ ജ പ്ലസ് ജ്ഞ. ജ്ഞാപകം, ജ്ഞാപകങ്ങൾ എന്നൊക്കെ വാക്കുകൾ തമിഴിലുണ്ട്. പക്ഷെ അവരെഴുത് ഞായാണ്, ജ്ഞ അല്ല. അതിനെ ഇംഗ്ലീഷിലോട്ട് അവർ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുന്ന നേരത്ത്, അതായത് ജ്ഞാപകങ്ങൾ എന്ന് പറഞ്ഞ വാക്ക്, ഒരു സിനിമയുണ്ട് ജ്ഞാപകങ്ങൾ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയുണ്ട്. ആ സിനിമ അവര് തമിഴ് എഴുതുന്നത് ജ്ഞാപകങ്ങൾ എന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് അവരെഴുതുന്നത് JNABA അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പം ജ്ഞ. പക്ഷെ ജ്ഞ എന്ന് പറഞ്ഞ വാക്ക് തമിഴില്ല, കാരണം തമിഴിൽ ജ എന്ന് പറഞ്ഞ വാക്കില്ല. സംസ്കൃതത്തിൽ കടമെടുത്ത ഒരു ജ എന്ന് പറഞ്ഞ വാക്ക് അവർക്കുണ്ട്, ഇവിടെ എഴുതി കാണിക്കാം, അതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തരാന്ന് വെച്ച് കഴിഞ്ഞാല് തെലുങ്കിൽ ഈ ങായും ഞായും എല്ലാ വാക്കുകളും ഉണ്ട്. ശരിക്കും ഇന്ത്യൻ ഭാഷകളിൽ കുറെയൊക്കെ ഭാഷകളിൽ ങ ഞ എന്ന് പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ഉപയോഗിക്കാറില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ, പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജ്ഞാപകം. തെലുങ്കിൽ ജ്ഞാപകം എന്ന് വെച്ചാൽ ഓർമ്മ, മെമ്മറി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതാണ്. അപ്പം ഓർമ്മയിൽ വെക്കി എന്ന് പറയുന്ന ആ വാക്കാണ്, ഓർമ്മിച്ചെടുക്ക് എന്ന് പറയുന്ന വാക്കാണ് ജ്ഞാപകം ചേസ്കോ. പണ്ട് നടന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയില്ല? വേഗം ഓർമ്മിച്ചെടുക്ക് എന്ന് പറയുന്നതാണ് ജ്ഞാപകം ചേസ്കോ. ചേസ്കോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെയ് എന്ന് പറയുന്നതിനെ ചേസ്കോ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ജ്ഞാപകം ചേസ്കോ അല്ലെങ്കിൽ ജ്ഞാപകം ചെയ്. ജ്ഞാപകം ചെയ് എത്ര പഠിച്ചാൽ മതി, കോംപ്ലിക്കേറ്റ് ആവുമെങ്കിൽ. ജ്ഞാപകം ചെയ്, ജ്ഞാപകം ചെയ്യേണ്ടി, ഇല്ലെങ്കിൽ ജ്ഞാപകം ചേസ്കോ, ജ്ഞാപകം ചേസ്കോണ്ടി. ഇതിനകത്ത് ജ്ഞ എന്ന് പറയുന്നത് JNA ആണ്, ജ്ഞ. മലയാളത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ജ്ഞ. ഓക്കെ, ജ്ഞാപകം ചേസ്കോ. ഓക്കെ, ഇനി അടുത്തത് ഓർമ്മയിൽ വെക്കി, ഭാവിയിലേക്ക് വേണ്ടി ഓർമ്മയിൽ വെക്കി എന്ന് പറയുന്ന വാക്കാണ് ഗുർത്തുപെട്ടു. ഓക്കെ, ഗുർത്തുപെട്ടുക്കോ എന്ന് വേണം പറയാം. ഗുർത്തുപെട്ടുക്കോ. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് ഗുർത്തുപെട്ടുക്കോണ്ടി. ഓക്കെ, അല്ലെങ്കിൽ ഗുർത്തുപെട്ടുക്കോണ്ടി, അല്ലെങ്കിൽ ഗുർത്തുപെട്ടുക്കോ. ഓക്കെ, ആവശ്യത്തിനായി ഈ 8 വാക്കുകളും ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി നുവ്വു മീര് വെച്ച് പറയാം കേട്ടോ. നുവ്വു ചേപ്പിഞ്ചു എന്ന് വെച്ചാൽ നീ ചെയ്യിക്ക്, മീരു ചേപ്പിഞ്ചണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യിച്ചാലും. അടുത്ത വാക്ക് നുവ്വു നേർപ്പിഞ്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പഠിപ്പിക്ക്, മീരു നേർപ്പിഞ്ചണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പഠിപ്പിച്ചാലും. അടുത്ത വാക്ക് നുവ്വു പമ്പിഞ്ചു എന്ന് വെച്ചാൽ നീ അയക്കി, മീരു പമ്പിഞ്ചണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അയച്ചാലും. അടുത്ത വാക്ക് എനിക്കൊന്ന് ഉതുക്കുവാണല്ലോ പറഞ്ഞാൽ. ഓക്കെ, നുവ്വു ഉതുക്കു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അലക്ക്, മീരു ഉതുക്കണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അലക്കിയാലും. അടുത്തത് നുവ്വു കടുകു എന്ന് വെച്ചാൽ നീ കഴുക്, മീരു കടുകണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ കഴുകിയാലും. അടുത്തത് നുവ്വു ഒതലു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിട്, മീരു ഒതലണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ട് കളഞ്ഞാലും. ഓക്കെ, അടുത്ത വാക്ക് ഓർമ്മിച്ചെടുക്ക് എന്ന് പറയാനായിട്ട് നുവ്വു ജ്ഞാപകം ചേസ്കോ, അതിന്റെ നുവ്വു ജ്ഞാപകം ചെയ് എന്ന് വേണമെങ്കിലും പറയാം. ഇനി താങ്കൾ ഓർമ്മിച്ചെടുത്താലും എന്ന് പറയാനായിട്ട് മീരു ജ്ഞാപകം ചെയ്യണ്ടി, അല്ലെങ്കിൽ മീരു ജ്ഞാപകം ചേസ്കോണ്ടി. അടുത്ത വാക്ക് അവസാനത്തെ വാക്കാണ് ഗുർത്തുപെട്ടുക്കോ. നുവ്വു ഗുർത്തുപെട്ടുക്കോ അല്ലെങ്കിൽ നുവ്വു ഗുർത്തുപെട്ടു. അതിന്റെ ബഹുമാനപൂർവ്വം പറയുന്നത് മീരു ഗുർത്തുപെട്ടണ്ടി അല്ലെങ്കിൽ മീരു ഗുർത്തുപെട്ടുകൊണ്ടി. ഓക്കെ, ഈ വാക്കുകളിലെല്ലാം നുവ്വു എന്ന് പറയുന്ന പകരം നീയു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ സംസ്ഥാന ഭാഷയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നുവ്വു എന്നാണ്. ഇത്രയും പറയുന്നുള്ളൂ. എല്ലാവരും എന്ന് പറയാനായിട്ട് അന്തരു എന്നാണ് പറയുന്നത്. ഓക്കെ, മീരു എന്ന് വെച്ചാൽ നിങ്ങൾ. അതിന്റെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്
നിങ്ങൾ ഒരാളേ ഉള്ളൂ, പക്ഷെ ഞാൻ ബഹുമാനം കൊടുത്ത് പറയുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ എല്ലാവരും, കുറെ പേരുണ്ട്. രണ്ടിനും കൂടി ഒറ്റ വാക്കാണ് മീരു. അന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, മീരന്തരു എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും. ഓക്കെ, മീരന്തരു ഗുർത്തുപെട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതെല്ലാം ഓർമ്മയിൽ വെച്ചാലും. ലവ് യു ഓൾ, ബൈ.